യെസ്. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞത് ഓരോരോ പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയ്സിൽ കാണിക്കാമെന്നാണ്. ബട്ട് കുറച്ച് തിരക്കായിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ഒന്നും ഷോക്കേസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. ബട്ട് നമ്മളിന്ന് തുടങ്ങുകയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഷോക്കേസിൽ ഞാൻ കാണിക്കുന്നത് ഒരു ചെസ്റ്റ് ബാഗാണ്. ഈ ചെസ്റ്റ് ബാഗ് എന്ന് പറയുമ്പോൾ പ്രീമിയം ലെതറിൽ ചെയ്തേക്കുന്ന ഏകദേശം ഒരു 1 2 3 4 4 കമ്പാർട്ട്മെൻറ്റ് വരുന്നു. അതായത് ഓരോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി വരുന്നുണ്ട്. ഞാനത് വെച്ചേക്കുന്നത് ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 ഫോണിനകത്ത് കീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ ഞാനകത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫോൺസൊക്കെ ചാർജ് ചെയ്യാനുള്ളൊരു പവർ ബാങ്ക്, അതുപോലെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു നമ്മുടെ ബേറഡ്ജ് കോയുടെ തന്നെ ഒരു ഓൺ ഡിസൈനായിട്ടുള്ള വാലറ്റാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പുറകെ തന്നെ ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കീപ്പ് ചെയ്തേക്കുന്നത്. കാണാൻ പറ്റും, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലെതറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലും പ്ലാസ്റ്റിക്കോ മറ്റ് ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനകത്ത് സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്തുള്ളൊരു ടെക്സ്ചറും കളർ ചേഞ്ചിങ്ങും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ടാൻ ബ്രൗൺ കളറിലാണ് നമ്മളിപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഫോൺ താഴെ പോയി, ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് ഈ ഒരു ആകാശം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തിയത്. സോ ദിസ് ഈസ് ദ ബാഗ് ദാറ്റ് വി ആർ ഡിസ്കസിങ്. ഓക്കെ, ഈ ഒരു ബാഗ് ഇട്ടിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, എടാ ഈ ബാഗ് എവിടെ നിന്നാണ് വാങ്ങിയത്, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ സ്വന്തം സാധനമാണ്, വേണമെന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, വേറെ ഡിസൈൻസും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കെല്ലാവർക്കും കൂടിയുള്ളൊരു വീഡിയോയും കൂടിയാണത്. ഡീറ്റെയിൽസ് പറയണ്ടേ, അപ്പം വെറുതെ ഈ ബാഗ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയണമല്ലോ. പിന്നെ ഇതിനകത്തൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ടോ, ഇതാണ് ഞാൻ 4ാമത്തെ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ്. ഒരു അകത്തുള്ള ഈ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻറ്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 5 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതൊരു ഫോണൊക്കെ വെക്കുമ്പോൾ അതങ്ങ് ഫില്ലാവും. പക്ഷേ ഇതൊരു കോംപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇടാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാഷൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അകത്ത് ഫോണും നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ബാഗ് സജസ്റ്റ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു ബാഗാണിത്. അപ്പോൾ വാങ്ങണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ബാഗാണ്. കാരണം വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി